കടലക്കറി കുറച്ചുകൂടെ ഒഴിക്കട്ടെ? മതി മതി. തൃപ്തിയായി. വേണ്ട കുഞ്ഞെ, ഇത് മതി. നേര് പറയാലോ സീതമ്മേ, ചില വീടുകളിലേക്ക് ആലോചനക്കാരെയും കൊണ്ട് ചെന്നാ ഞാനിപ്പോ വെറും ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരിറക്കി കാപ്പി, അല്ലാതെ ഒന്നും കഴിക്കാറില്ല. കൊണ്ടുവന്ന് നിരത്തി വെച്ചേക്കണത് എന്താ? ഈ മിക്സറും ബിസ്ക്കറ്റും കണ്ടാ തന്നെ അറയ്ക്കും. മോളെ പുറത്തേക്ക് കണ്ടില്ല. ഓ, അവക്ക് ഇതൊക്കെ ഭയങ്കര മടിയാ. ഞാൻ വിളിക്കാം. കുമാരിയേ, ഒരൊറ്റ കുത്തം വെച്ചെന്നാലുണ്ടല്ലോ. ഒന്ന് അപ്പുറത്തോട്ട് പാടി. എനിക്കാരും കാണണ്ട. നിനക്ക് വേണ്ടെങ്കി വേണ്ട, വെറുതെ ഒന്ന് ചെന്ന് പോരെ. ദിവാകര, ഇതാ ഇങ്ങോട്ട് പോര്. ഈ നിക്കണതാ കുട്ടി. എന്താ പിന്നെ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ? ശരിയാ, ഞാനിത് ഇവിടെ കിടന്ന കഴുതിയ. ഞാനിപ്പോ ആരും കല്യാണം കഴിക്കുന്നില്ല. അല്ല, അതിനെ പറ്റിയൊക്കെ നമുക്ക് വേണ്ട. നേരം കളയാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കിക്കോ. നിക്കവിടെ, അവിടെ നിൽക്കാൻ. തിന്നാൻ തരാനാണ്, കൊല്ലാനല്ല ശവങ്ങള്. സകല എണ്ണത്തിനെ ഞാൻ ആക്കെങ്കിലും പിടിച്ചു കൊടുക്കും. മിണ്ടാപ്രാണി ആയതുകൊണ്ട് മാഷക്ക് അത് പറ്റും. എനിക്കൊരു മിണ്ടുന്ന പ്രാണിയുണ്ട്, അതിനെ ഞാൻ ആർക്ക് പിടിച്ചു കൊടുക്കും? ആ, പറഞ്ഞതുപോലെ ഇന്നും കണ്ടല്ലോ കുറെ പേരെ. ഒന്നും ആയില്ലേ? വന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ രാജകുമാരിക്ക് പിടിച്ചില്ല. ഒന്നും രണ്ടുമല്ല, ഈ മാസം തന്നെ 7 കൂട്ടർക്കാ കാപ്പിയും പലഹാരം ഉണ്ടാക്കിയത്. സൽക്കരിച്ച് എന്റെ കൈ കുഴയാന്നല്ലാതെ ഒരു വിധേലും ചൊവ്വാവുന്നില്ലേ. അതെ, വഴക്ക് പറച്ചിൽ നിർത്തിയ അമ്മ ഇനി തല്ല് തുടങ്ങും കേട്ടോ. തല്ലും ഈ പേരും പറഞ്ഞ ഒരാളെ ഇങ്ങോട്ട് കേട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പെൺകുട്ടികളെ വളർന്നാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കാരണവന്മാരുടെ കടമയല്ലേ? എന്തിനാ ഇപ്പൊ ഇത്ര തിരക്ക്? ഞാൻ പറയും അപ്പം മതി. വേഗം കൈ കഴുകി വന്നോ, നല്ല ബെസ്റ്റ് പുട്ടും കടലക്കറിയുണ്ട്. അയ്യോ വേണ്ട മോളെ, ഞാൻ ഇന്നലത്തെ ചോറിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഉള്ളിയും 2 പച്ചവെള്ളം കൂട്ടി തിരുമി അവനെ ഒരൊറ്റ പിടി പിടിക്കണം. അതൊക്കെ പിന്നെ, ഇത് സ്പെഷ്യലാ, പെണ്ണുകാണൽ സ്പെഷ്യല്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാവേ. നിക്ക്, നിന്നോട് സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോവാ. എന്ത്? ഇനി വാ, ഇനി അടുത്തു വാ. എന്റെ നേരെ നോക്ക്. കുറെ കാലം ബിരുദന്മാരായ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ആളാ ഞാൻ. അതുകൊണ്ട് കള്ളം പറയാമെന്ന് വിചാരിക്കണ്ട, എനിക്ക് മനസ്സിലാവും. ചിരിക്കാതെ മുഖത്ത് നോക്കി പറയണം. നിന്റെ മനസ്സിലൊരാളില്ലേ? ആര്? അതാ ഞാനും ചോദിക്കുന്നത്. ആര്? ശോ. ഡി വരണം. എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇറങ്ങാൻ നേരത്തെ 1-2 ഫോൺ കോൾ. സമയമായില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്. ആ രൂപേഷേ, എവിടം വരെ എത്തിന്ന് ചോദിക്കും. റോജർ കോളിംഗ്. എത്തിപ്പോയി സാർ. കുരിശുപള്ളി കഴിഞ്ഞു. ഒന്ന് വേഗം ഇവിടെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. വരൂ. മുഹൂർത്തം തെറ്റുമോന്ന് പേടിച്ചിരിക്കുന്നു ഞാൻ. മുഹൂർത്തം ഒന്നും തെറ്റില്ല സാറേ. എല്ലാം മുകളിൽ ഒരാൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. സാറിന് വീട് പണി തുടങ്ങണമെന്ന് തോന്നാൻ ഒരു മുഹൂർത്തം, എനിക്കിവിടെ വന്നിറങ്ങാൻ ഒരു മുഹൂർത്തം, കുറ്റിയടിക്കലൊക്കെ അതിനനുബന്ധമായിട്ട് വരൂ. അല്ല, എന്നാലൊരു തുടക്കമല്ലേ? വാസ്തുശാസ്ത്ര പ്രകാരം കുറ്റിയടിക്കൽ തുടക്കമല്ല, 7ാമത്തെ ഘട്ടമാണ്. ശംഖു സംസ്ഥാപനാം സപ്താത് എന്നാ പറയുക. അതായത് ദേശനിർണയം, കാലനിർണയം, ഭൂപരീക്ഷ, ഭൂപ്രവേശം, ഭൂസ്വീകരണം, ഭൂകർഷണം എന്നീ 6 ഘട്ടങ്ങൾ ഇതിനു മുമ്പ് പൂർത്തീകരിക്കണം. പരിഭ്രമിക്കേണ്ട, ലക്ഷണങ്ങളൊക്കെ നന്ന്. എല്ലാം നന്നായി വരും. ഇതാണ് വീടിന്റെ ടോട്ടൽ പ്ലാൻ. ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, അമ്മ പറയുന്നത് കുറ്റിയടിച്ച ആശാരി കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കണമെന്നാ.
ലക്ഷണദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദോഷം ഉണ്ടായില്ല. വലിയ എഞ്ചിനീയർമാരൊക്കെ വരച്ചതല്ലേ. സാറിന്റെ പോസ്റ്റ് ഇപ്പൊ പോലീസില് ഡിവൈഎസ്പിയാ. കൈക്കൂലി വാങ്ങാറുണ്ടോ? ഏയ് ഇല്ല. എങ്കിൽ ഈ പ്ലാൻ ഒന്ന് മാറ്റി വരയ്ക്കണം. അതെന്താ? ഇവിടെ താമസിക്കാൻ ഇപ്പോ സാറും ഭാര്യയും മോളുണ്ട്, പിന്നെ അമ്മയും. ആ. അപ്പോൾ ഗസ്റ്റ് റൂം അടക്കം 4 മുറി ധാരാളം. ആ. ഇതൊരു വലിയ കൂട്ടുകുടുംബത്തിന് താമസിക്കാമല്ലോ. അല്ല, പണിയുമ്പോ എന്തായാലും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവാക്കി കൂട്ടിനൊരു വീട് അങ്ങ് പണിയും. പിന്നെ അത് ഫർണിഷ് ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനും ഒക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കളയും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആഹാ മനോഹരമായ വീട്, അകത്ത് കിടന്നുറങ്ങുന്ന ഗ്രഹനാഥന്റെ സ്ഥിതിയോ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആ ശരിയാ, ഉള്ള പ്ലാനിൽ എന്തെങ്കിലും വാസ്തുപരമായ തകരാറുണ്ടോ നോക്കിയാൽ മതി. കണ്ടോ, ദേഷ്യം വന്നു. അല്ല, ഞങ്ങളിത് പഠിച്ച് പരീക്ഷ ജയിച്ച് വന്നവരാണ്. കുറെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കെയിലും പെൻസിലും ജോമെട്രിയും അല്ലാതെ തച്ചുശാസ്ത്രത്തിനൊരു കണക്കുണ്ട്. അതിനൊരൊറ്റ ക്യാൻവാസേ വേണ്ടൂ, മനസ്സ്. കന്നിമൂലയിൽ കണ്ണടച്ചെന്ന് ചെവിയോർത്താൽ ഭൂമിക്കടിയിലെ നീരൊഴുക്കിന്റെ അളവ് പോലും കൃത്യമായി പറയുന്നവരുണ്ടായിരുന്നു പണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. സർവദശാഭിതം വാസ്തു യച്ച സമ്യങ്മിതം ഭവേത് സ്വാമിനസ്തത് ഭവേധന്യം സബദേച്ഛ യശസ്കരം. നല്ലതും ശുദ്ധവുമായ കണക്കിൽ നിർമ്മിക്കപ്പെടുന്ന ഗൃഹം ഗൃഹനാഥൻ ഐശ്വര്യവും ഗൃഹനിർമ്മിതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ശില്പിക്ക് കീർത്തിയും ഉണ്ടാക്കുന്നു. ഭോജരാജന്റെ സമരാങ്കണ സൂത്രധാര ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ. ഇതിരിക്കട്ടെ. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് ദക്ഷിണ കിട്ടിയല്ലോ. വെറ്റില, അടയ്ക്ക, ഐശ്വര്യമായിട്ട് ഒരൊറ്റ ഉറുപ്പിയ, അത് തന്നെ ധാരാളം. എന്നാലും എന്തൊരു സന്തോഷത്തിന്. വേണ്ട സാർ, ഒന്നാമത് ഇത് എന്റെ തൊഴിലല്ല. സ്നേഹത്തോട് ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുന്നു എന്നല്ലാതെ ജീവിക്കാൻ എനിക്ക് എന്റെ കൈത്തൊഴിലുണ്ടല്ലോ. നിന്നോട് ഇപ്പൊ നിങ്ങൾ കെട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞോടാ സുരേഷേ. ഇനിയിപ്പോ എന്തിനാ താമസിക്കുന്നേ? പട്ടിക അടിച്ച് ഓട് കയറ്റല്ലേ? എപ്പ പട്ടി അടിക്കണം, എപ്പോ ഓട് കയറണം എന്നൊക്കെ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. മൂതാശാരി മണിക്കൂറൊന്നായല്ലോ കൂട്ടലും കിഴിക്കലും വരക്കലും ഒക്കെ തുടങ്ങിയിട്ട്. എന്താ ഇങ്ങോട്ട് ചേർന്നില്ലേ? ഇതേ ചിരട്ടിയും കോലും എടുത്ത് കയ്യിൽ കുത്തുന്ന ഏർപ്പാടല്ല, കണക്ക്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവര് വേണ്ടേ മുകളില്? മോനെ, മണികണ്ഠനാശാരിയോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. പെരുന്തച്ഛന്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ഉന്നം തെറ്റാതെ ഈ ഉളി അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ. അതിന് ഉന്നം തെറ്റാതെ ഇട്ടാലല്ലേ? വേണ്ടടാ. പണിയെടുക്കാൻ സമ്മതിക്കില്ല. മൂത്താശാരി മണികണ്ഠനെ. ആവോ, പെരുന്തച്ഛന് ശ്വാസം വിടാം. പ്രേമേട്ടൻ എത്തി. മോന്തായം കൂട്ടിയോ? ഞാൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചതാ, പാവം മുള്ളിപ്പോയി. എവിടെ? ഞാൻ വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ? നീ ഇതെപ്പോ വരുമെന്ന് വിചാരിച്ചിട്ടാ പോലീസുകാരല്ലേ പിടിച്ചോണ്ട് പോയത്? ഈ വളബന്ധം എന്താ കൊള്ളിച്ച് കയറ്റാത്ത? എവിടെ? ഇങ്ങനെ നല്ല പണിയായി കാണിച്ചിരിക്കുന്നത്. നിനക്ക് ഈ കുറ്റിയടിക്കൽ ഒരു സ്ഥിര ഏർപ്പാടാക്കിയാൽ എന്താ? വീടിന്റെ പുറത്തൊരു ബോർഡ് എഴുതി വെച്ച് വെറുതെ ഇരുന്നാ പോരെ? പ്രേമചന്ദ്രൻ ആശാരി, കാണാനുള്ള സമയം ഇത്ര മുതൽ ഇത്ര വരെ. ആളുകൾ വന്ന് ക്യൂ നിൽക്കും. വെയിലും കൊള്ളണ്ട, വേർക്കും വേണ്ട. എനിക്കിപ്പോ വെയിൽ കൊണ്ടും വേർത്തും കിട്ടുന്ന കാശ് മതിയേ. ഇവിടെ മോനെ. Every body contains its state of rest or uniform motion unless it is compelled by an external force. Every body എന്തോന്നാ ഈ കുട്ടി വായിച്ചു കൂട്ടുന്നത്? കണ്ടെയ്ൻസ് അല്ല, കണ്ടിന്യൂസ് ആണ് മോളെ. എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്, ലോ ഓഫ് ഇനർഷ്യ. നമ്മളൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടില്ലേ, അപ്പൊ നമ്മളെല്ലാരും മുന്നോട്ടായില്ലേ? അതൊക്കെ ഈ തിയറിയുടെ ഭാഗങ്ങളാ. അർത്ഥം മനസ്സിലാക്കി പഠിക്കുമോളെ. ഫോൺ